കനത്ത മഴയ്ക്കും കാറ്റും പുറമെ കോഴിക്കോട് മിന്നൽ ചുഴലിയും വിലങ്ങാട് വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ നിരവധി വീടുകൾ തകർന്നു. ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോട് ചേർന്നു. ഗോകുൽ, ഏത് മേഖലയിലാണ് കനത്ത നാശനഷ്ടം ഉണ്ടായത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിലവിൽ അവിടുത്തെ ഒരു മഴസ്ഥിതി എങ്ങനെയാണ്? സുഹൈൽ, ഇപ്പോൾ നഗരമേഖലയിൽ മഴ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വെയിലൊക്കെ ഉദിച്ചിട്ടുണ്ട്. പക്ഷേ മലയോര മേഖലകളൊക്കെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. ബാലുശ്ശേരി മേഖലയൊക്കെ ഇപ്പോഴും കനത്ത രീതിയിൽ മഴ പെയ്യുകയാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ ആയിട്ടാണ് പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ മലയോര മേഖലയിൽ ഉണ്ടായത്. നഗരപ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. താമരശ്ശേരി, കൂടരഞ്ഞി, വിലങ്ങാട്, മാവൂർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കനത്ത മഴ പെയ്യുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെയാണ് വിലങ്ങാട് മേഖലയിൽ മിന്നൽ ചുഴലി വീശിയടിച്ചത്. 4 വീടുകൾക്ക് മുകളിലേക്ക് മരം പൊട്ടി വീഴുകയും കടപുഴകി വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വീടിനകത്തുള്ള ആളുകൾക്ക് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇന്ദിരാനഗർ, വാളൂക്ക്, ഉരുട്ടിപ്പാലം എന്നിവിടങ്ങളിലായിരുന്നു രാവിലെ കനത്ത നാശം വിധിച്ചത്. അതോടൊപ്പം തന്നെ പനങ്ങാട് പഞ്ചായത്തിലും പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുകളിലേക്ക് മരം പൊട്ടി വീണു. കിനാലൂർ മന്നത്താവയിലെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ വീടിന് മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചാലിൽ അജിതയുടെ വീടിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണിട്ട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കൊയിലാണ്ടി നഗരസഭയിൽ 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോതമംഗലം ഗവൺമെന്റ് LP സ്കൂളിലേക്കാണ് ഇവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഈ കനത്ത മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയും പുലർച്ചെയും ഒക്കെ പെയ്തതിനാൽ മലയോര മേഖലയിൽ കൂടി കടന്നു വരുന്ന ഇരവഴിഞ്ഞിപ്പുഴ ഉൾപ്പെടെയുള്ള ചെറുപുഴയും ഇരവഴിഞ്ഞിപ്പുഴയും ഉൾപ്പെടെയുള്ള പുഴകളിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കക്കയം ഡാമിലും ക്രമാതീതമായി വെള്ളം ഉയർന്നിരുന്നു. അതിനാൽ തന്നെ രാവിലെ തന്നെ 2 ഷട്ടറുകൾ ഉയർത്തിയിട്ട് വെള്ളം തുറന്നുവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ജലനിരപ്പൊക്കെ ഉയർന്നിട്ടുണ്ട്. ഈ കാലാവസ്ഥയുടെ സ്ഥിതിയൊക്കെ അനുസരിച്ച് അതൊക്കെ വിലയിരുത്തി ചിലരെയൊക്കെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുമുണ്ട്.